വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വാത്സല്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ യേശു അവനോട്, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 10ഉം 11ഉം വാക്യം, പീലാത്തോസ് യേശുവിനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകയില്ലായിരുന്നു. മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകയില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, യേശുക്രിസ്തു പറഞ്ഞതായ വാക്യമാണ് ഈ വേദപുസ്തകത്തിൽ വായിച്ച് കേൾപ്പിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വരിയാണ്, മേലിൽ നിന്ന് അധികാരം നിനക്ക് കിട്ടിയില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഇല്ല. ഈ ശബ്ദം കേൾക്കുന്ന പൈതലേ, നീ കർത്താവിൻ്റെ മകനാണോ കർത്താവിൻ്റെ മകളാണോ? ധൈര്യത്തോടെ പറ. എൻ്റെ കർത്താവ് പറഞ്ഞൊരു വരിയാണ്, നമ്മെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം കർത്താവ് നോക്കിക്കൊള്ളും. നമ്മളെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ നടക്കുന്ന കർത്താവ് അത്രേ. മേലിൽ നിന്ന് ഒരു അധികാരമില്ലാതെ ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ കഴിയത്തില്ല. മേലിൽ നിന്ന് ഒരു അധികാരമില്ലാതെ ഒരു ഇരുട്ടിനും ഒരു ശത്രുവിനും നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. കാരണം മേലിൽ നിന്നൊരു അധികാരം കിട്ടണം. യേശു ക്രിസ്തു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, മേലിൽ നിന്ന് അധികാരമില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവുമില്ല. മേലിൽ നിന്ന് നിനക്ക് കിട്ടിയില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാകയില്ല. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 37-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോസഫിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. യോസഫ് അപ്പൻ ഒത്തിരി സ്നേഹിച്ച മകനാണ് യോസഫ്. തൻ്റെ ജീവിതത്തിനകത്ത് സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടത് നിമിത്തം ഒരുപാട് പ്രതികൂലങ്ങളുണ്ടായി. 37-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദേഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. സഹോദരന്മാർക്ക് അസൂയ തോന്നി. അസൂയ അവനെ തകർക്കത്തക്ക നിലവാരത്തിൽ സഹോദരങ്ങളുടെ അകത്ത് ഇത് വർദ്ധിക്കാനിടയായിത്തീർന്നു. സ്വപ്നം കണ്ട് സ്വപ്നം വിളിച്ചു പറഞ്ഞ നിമിത്തം സഹോദരനോടുള്ള അസൂയ വർദ്ധിച്ചു. പിന്നത്തിൽ അങ്ങോട്ട് നോക്കുമ്പോൾ അപ്പൻ സഹോദരന്മാരുടെ സുഖം അന്വേഷിക്കാൻ പറഞ്ഞയക്കുമ്പോൾ ചുറ്റിച്ചെന്ന് 16-ാം വാക്യം വായിക്കുമ്പോൾ അതിനവൻ, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ ഇവിടെ നിന്ന് പോയി നാം ദോഥാനിലേക്ക് പോകാം എന്നവർ പറയുന്നത് ഞാൻ കേട്ടു എന്നവൻ പറഞ്ഞു. അങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചെന്ന് ദോഥാനിൽ വെച്ച് കണ്ടു. അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. കണ്ടോ, കൊല്ലേണ്ടതിന് കണ്ടോ, അവൻ കണ്ട സ്വപ്ന നിമിത്തം അവനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുമ്പോഴും മേലിൽ നിന്ന് ഒരധികാരവുമില്ലാതെ, യോസഫേ, നിന്റെ മേൽ ഒരു സ്ഥാനവും ശത്രുവിനില്ല. സഹോദരങ്ങൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ പ്രതികൂലങ്ങളിലൂടെ നീ ഒരുപക്ഷെ നടന്നു പോകുമ്പോഴും പേടിക്കണ്ട. നിനക്ക് സ്വപ്നം തന്ന ഒരുവൻ കണ്ടോണ്ടിരിക്കുകയാണ്. യോസഫ് ചിന്തിക്കും, ഞാൻ കണ്ടത് ഈ പ്രശ്നമല്ല കണ്ടത്. ഞാൻ കണ്ടത് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും മടങ്ങി നിൽക്കുന്നതാണ് കണ്ടത്.
അവൻ കണ്ട ദൈവം കാണിച്ചു കൊടുത്ത രണ്ടും അവൻ്റെ അകത്തളങ്ങളിലുണ്ട്. എന്നാൽ അസൂയ നിമിത്തം സഹോദരങ്ങളെ നോക്കാൻ പോകുന്ന യോസഫിനെ കൊല്ലാൻ വേണ്ടി ദുരാലോചന നടത്തുന്നു. അപ്പോഴും യോസഫിൻ്റെ കൂടെ ദൈവമുണ്ട്. ശബ്ദം കേൾക്കുന്ന പൈതലെ, നിന്നെ ദൂരെ നിന്റെ തല കാണുമ്പോൾ തന്നെ നിന്നെ തകർത്ത് കളയുമെന്ന് അനേകർ ദുരാലോചന ചെയ്യുമ്പോഴും മേൽ നിന്ന് അധികാരമില്ലാതെ നിന്റെ മേൽ ഒരു ശക്തിക്കും തൊടാൻ കഴിയത്തില്ല. മേൽ നിന്ന് അധികാരമില്ലാതെ ദൈവമകനെ, ദൈവമകളെ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. മേൽ നിന്ന് അധികാരമില്ലാതെ ഒരു ശക്തിക്കും ഒരു ശത്രുവിനും തൊടുവാൻ കഴിയത്തില്ല. യോസഫിനെ തകർക്കുവാൻ ദുരാലോചന ചെയ്തു, കൊല്ലാനാ ദുരാലോചന ചെയ്ത്. പക്ഷെ അവസാനം പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. പൊട്ടക്കിണറ്റിൽ വസ്ത്രം പറിച്ചു മാറ്റി പൊട്ടക്കിണറ്റിലിടുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുമ്പോഴും അവനെ മറക്കാത്തൊരു ദൈവമുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ വ്യത്യസ്തമായ വിഷയത്തിനകത്ത് പൊട്ടക്കിണർ പോലത്തെ അനുഭവത്തിനകത്ത് വലിച്ചെറിയപ്പെട്ട് ദുരാലോചന, മറ്റുള്ളവർ നിനക്കെതിരെ ദുരാലോചന ചെയ്ത് അനേകരുടെ അസൂയ നിമിത്തം, നിന്നോടുള്ള അസൂയ നിമിത്തം, ഏതെല്ലാം സാഹചര്യങ്ങളിൽ നീ മുന്നോട്ട് പോകുമ്പോഴും നിന്നോടുള്ള അസൂയ നിമിത്തം നിന്നെ തകർക്കാൻ ശത്രു ദുരാലോചന ചെയ്യുമ്പോഴും നീ തകർന്നു പോകണ്ട, നീ കരയണ്ട, നീ പേടിക്കണ്ട. മേൽ നിന്ന് അധികാരമില്ലാതെ നിന്റെ മേൽ ഒന്നും നടക്കത്തില്ല. മേൽ നിന്ന് അധികാരമില്ലാതെ നിന്റെ മേൽ ഒരു ശക്തിക്കും തൊടാൻ കഴിയത്തില്ല, ഒരു വ്യക്തിക്കും തൊടാൻ കഴിയത്തില്ല. കാരണം നീ സംരക്ഷണത്തിനകത്തത്രേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണ വലയത്തിനകത്തത്രേ, ക്രിസ്തു യേശുവിൻ്റെ കരത്തിനകത്തത്രേ. യോസഫിനെ വസ്ത്രത്തെ പറിച്ചിരിഞ്ഞു, അപ്പനെ കൊണ്ട് കാണിക്കാൻ വേണ്ടി പറിച്ചിരിഞ്ഞു, രക്തത്തിൽ മുക്കിക്കൊണ്ട് കാണിക്കാൻ വേണ്ടി ഇരിക്കുക. എന്നാൽ യോസഫിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുക മാത്രമല്ല, പൊട്ടക്കിണറ്റിനകത്ത് വലിച്ച് കയറ്റി 20 വെള്ളിക്കാശിനെ യോസഫിനെ വിൽക്കുകയാണ്. സ്തോത്രം. 37-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. സ്തോത്രം. 37-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ അതിന് വേദപുസ്തകത്തിനകത്ത് പറയുന്നു, നാം ദോഥാനിലേക്ക് പോകാം. അങ്ങനെ തുടങ്ങുന്നു. എന്നാൽ 37-36-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോൻ്റെ ഒരു അകമ്പടി നായകനായ പോത്തിഫോറിനെ വിറ്റു. കണ്ടോ? എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോൻ്റെ ഒരു അകമ്പടി നായകനായ പോത്തിഫോറിന് വിറ്റു. സ്തോത്രം. അവൻ്റെ അങ്കി രക്തത്തിൽ മുക്കി. 31-ാം വാക്യം 37-31. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിൻ്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയെങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. അവൻ അത് തിരിച്ചറിഞ്ഞു, ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു, യോസഫിനെ പറിച്ച് കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി. ഹല്ലേലൂയ. 20 വെള്ളിക്കാശിനെ വിൽറ്റു. 20 വെള്ളിക്കാശിനെ. വേദപുസ്തകത്തിൽ 28-ാം വാക്യം 37-28 പറയുന്നു, 20 വെള്ളിക്കാശിനെ യോസഫിനെ വിൽക്കുകയുണ്ടായി. വിറ്റു. ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ പോത്തിഫോറിനെ വിറ്റു. പോത്തിഫോർ കൊണ്ടുപോയി. എന്നാൽ പോത്തിഫോറിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ പോത്തിഫോറിൻ്റെ ഭാര്യയ്ക്ക് അവനോട് ഇഷ്ടം തോന്നി. സ്തോത്രം. എന്നാൽ ദൈവത്തിന് മഹത്വം. അവളുടെ വാക്കുകൾ അവനെ തകർക്കാൻ നോക്കി, അവനെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ നോക്കി. പക്ഷേ അവന് ദൈവം കൂടെയിരുന്നു, അവനോടുകൂടെ ദൈവം ഇരുന്നു. 39-ാം അധ്യായം അതിൻ്റെ 7 വാക്യം വായിക്കുമ്പോൾ, യോസഫ് കോമളന് മനോഹര രൂപിയുമായിരുന്നത് കൊണ്ട് യജമാൻ്റെ ഭാര്യ യോസഫിൻ്റെ മേൽ കണ്ണു പതിപ്പിച്ചു. എന്നോട് കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ യജമാൻ്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാൻ അറിയുന്നില്ല, തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം
പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്ത് എങ്ങനെയെന്ന് പറഞ്ഞു. ഈ സഹോദരി ഈ പാപത്തിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ ദൈവത്തെയാണ് യോസഫിൻ്റെ മുൻപിൽ യോസഫ് കണ്ടത്. യോസഫ് പറയും, ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? ഇവളുടെ മുൻപിൽ പാപം കണ്ടപ്പോൾ യോസഫിൻ്റെ മുൻപിൽ ദൈവത്തെ കണ്ടു. അവിടെ നിന്ന് വിറ്റുവെങ്കിലും ഇവിടെ വരുമ്പോൾ പ്രതികൂലം വന്നു. ഈ സഹോദരി കള്ളം പറഞ്ഞു കൊടുത്തു. ഇവളുടെ കള്ളക്കഥ നിമിത്തം യോസഫിനെ കാരാഗ്രഹത്തിനകത്താക്കി. കാരാഗ്രഹത്തിനകത്തും യോസഫിനോട് കൂടെ എൻ്റെ ദൈവം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 39:21 പറയുന്നു, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കണ്ടോ, ദൈവ യോസഫിനോട് കൂടെ ഇരുന്നു. പൊട്ടക്കിണറ്റിനകത്തും ദൈവ യോസഫിനോട് കൂടെ ഇരുന്നു. ഓ സ്തോത്രം! ആ സ്ത്രീ അവനെ വശീകരിക്കാൻ വന്നപ്പോഴും അവളുടെ മുമ്പിൽ പാപമാണ് കണ്ടതെങ്കിൽ അവൻ്റെ മുമ്പിൽ ദൈവത്തെ കണ്ടു. അവിടെ നിന്ന് അവനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോകുമ്പോഴും അവൻ കണ്ടത് കർത്താവിനെ. അത്രയേ കാരാഗ്രഹത്തിൽ വീഴുമ്പോഴും ചെയ്യാത്ത പാപത്തിനെ അവനെ വലിച്ചിഴച്ചിടുമ്പോഴും അവൻ്റെ കൂടെ ദൈവമായിരുന്നു. ഇന്ന് ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ അറിയാത്ത, നീ കാണാത്ത, നീ ചിന്തിച്ചിട്ടില്ലാത്ത അനേക കാര്യത്തിന് നിന്നെ ഒരു കുറ്റവാളിയെ പോലെ നോട്ടീസ് എഴുതി ഒട്ടിച്ച് നിന്നെ അപമാനിച്ച് നാണം കെടുത്തി നിന്നെ പരസ്യമായി നിന്നെ മാനസികമായി ശാരീരികമായി തകർത്ത് ഒതുക്കപ്പെട്ട് കിടന്നാലും നീ കർത്താവിൻ്റെ മകനെങ്കിൽ, കർത്താവിൽ നിലനിൽക്കുന്ന പൈതലെങ്കിൽ, നീ അറിയാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഞാൻ പറയാം, യോസഫിനോട് കൂടെ ഇരുന്ന ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നിന്നെ മുഴുവനും അറിയുന്നൊരു ദൈവം, നിന്റെ മുഴുവൻ അവസ്ഥകളും കാണുന്നൊരു ദൈവം. ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒരു നിന്ദിക്കപ്പെട്ട ആളായിരിക്കാം, നീ ദുഷിക്കപ്പെട്ട ആളായിരിക്കാം, അറിയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് നിന്റെ തലയെ തകർത്തൊതുക്കിയ അനുഭവമായിരിക്കാം. പക്ഷെങ്കിലും നീ പേടിക്കണ്ട, നിന്നെ വിളിച്ചിറക്കിയ ദൈവം നിന്റെ കൂടെ ഉണ്ട്. യോസഫിൻ്റെ സ്വപ്നത്തെ തകർക്കാൻ പൊട്ടക്കിണറ്റിന് കഴിഞ്ഞില്ല, സഹോദരങ്ങളുടെ അസൂയക്ക് കഴിഞ്ഞില്ല, സഹോദരങ്ങളുടെ ഗൂഢാലോചനയ്ക്ക് കഴിഞ്ഞില്ല. സഹോദരങ്ങൾ വിറ്റപ്പോഴും യോസഫിൻ്റെ സ്വപ്നത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, ദൈവം തന്ന വാഗ്ദത്തത്തെ മറക്കല്ലേ. ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, നീ അതിനെ മുറുകെ പിടിക്കുക, തകർന്നു പോകരുത്. ഇത് കണ്ട് പേടിക്കരുത്, ഈ പ്രതിസന്ധി കണ്ട് പേടിക്കരുത്. പ്രതിസന്ധി യോസഫ് കണ്ടില്ല, പ്രശ്നം യോസഫ് കണ്ടില്ല. അവയുടെ നടുവിൽ നിൽക്കുന്ന എൻ്റെ ദൈവത്തെ കണ്ടു. മാത്രമല്ല, ദൈവം കൊടുത്ത ആ സ്വപ്നം താൻ മുറുകെ പിടിച്ചു. എൻ്റെ ദൈവം ഇത് കാണിച്ചു തന്നെങ്കിൽ ഇതൊന്നും അവസാനമല്ല. പൈതലെ, നീ വ്യത്യസ്തമായ വിഷയത്തിലൂടെ പോകുമ്പോൾ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും പോകുന്നത്, പ്രതിസന്ധിയിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇതിൻ്റെ നടുവിലും കഴിഞ്ഞ നാളുകൾ നീ കണ്ട സ്വപ്നം, കഴിഞ്ഞ നാൾ ദൈവം തന്ന വാഗ്ദത്തം നീ മറക്കരുത്. ഇതിൻ്റെ നടുവിൽ പറ, ഇല്ല, ഈ വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ അത്രേ, വാക്ക് മാറാത്ത ദൈവം അത്രേ. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും വചനത്തിൻ്റെ പള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം ഇല്ല. സ്തോത്രം! ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, യോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അവിടെ ഈ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും യോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. 39:1 വായിക്കുമ്പോഴും അതിനകത്ത് എഴുതിയിരിക്കുന്നു, യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. അവിടെ എൻ്റെ ദൈവം ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ കാരാഗ്രഹത്തിനകത്തായി 21 വാക്യം 39:21, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. സ്തോത്രം! എന്നെ കേൾക്കുന്ന പ്രിയരെ, യോസഫിനെ ഏതൊക്കെ പ്രശ്നത്തിൽ കുരുക്കുമ്പോഴും യോസഫിനെ തകർക്കുവാൻ ഒരു ശക്തിക്ക് കഴിഞ്ഞില്ല. ഉൽപ്പത്തി പുസ്തകം 42 വരുമ്പോൾ അതിനകത്ത് 42:1 വാക്യം വായിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, കണ്ടോ, ദേശത്ത് ക്ഷാമം വന്നു, പ്രശ്നം വന്നു, യോസഫിനോട് കൂടെ ദൈവം ഇരുന്നു. ദർശനം കൊടുത്തെങ്കിൽ, സ്വപ്നം കൊടുത്തെങ്കിൽ ദൈവം മറന്നില്ല. യോസഫ് പോകുന്ന ഓരോ വഴി സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു. യോസഫ് പോകുന്ന ഓരോ വഴി, യോസഫിനെ ദൈവം കൊണ്ടുപോകുന്ന വഴികളിലെല്ലാം ദൈവം ഉണ്ടായിരുന്നു. ഈ സ്വപ്നം നടക്കാൻ ദൈവത്തിന് ഇവിടെ കൂടെ ഒക്കെ കൊണ്ടുപോകേണ്ടി വന്നു. അവിടെ എല്ലാം ദൈവം കൂടെ ഇരുന്നു. പൈതലെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. അവിടെ എത്തിക്കാൻ നീ ചിലയിടത്തൂടെ ഒക്കെ പോകേണ്ടി വരും. പതറല്ലേ, വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെ.
വിളിച്ച ദൈവം കൂടിയാലോചിക്കുമ്പോഴും നിന്റെ കൂടെ ഉണ്ട്. അസൂയപ്പെടുമ്പോഴും നിന്റെ കൂടെ ഉണ്ട്. പൊട്ടക്കണ്ണിലെറിയുമ്പോഴും നിന്റെ കൂടെ ഉണ്ട്. അപവാദ കഥകൾ, നുണക്കഥകൾ പ്രചരിപ്പിക്കുമ്പോഴും നിന്റെ കൂടെ ഉണ്ട്. നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും നിന്റെ കൂടെ ഉണ്ട്. കാരാഗ്രഹത്തിൻ്റെ അകത്തും നിന്റെ കൂടെ ഉണ്ട്. മനുഷ്യൻ നിന്നെ തള്ളുന്ന എല്ലായിടത്തും എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ട്. മാത്രമല്ല, നിനക്ക് തന്ന വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയിലേക്ക് നിന്നെ എത്തിക്കാൻ നീ ചില വഴിയിലൂടെ ദൈവം നിന്നെ സഞ്ചരിപ്പിക്കുകയാണ്. ഈ ഭാരം കണ്ട് നീ പേടിക്കണ്ട, ഈ വഴി കണ്ട് നീ പേടിക്കണ്ട. കർത്താവേ, ഞാൻ അപ്പൻ്റെ ഇളയ മകനായി സന്തോഷത്തോടെ ജീവിച്ചവനാണല്ലോ. ഞാൻ സഹോദരങ്ങളെ നോക്കാനാണല്ലോ വന്നേ. ആ സ്ഥാനത്ത് നിന്ന് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുവാൻ യോസഫ് ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലേ, പിറുപിറുക്കാതെ ധൈര്യത്തോടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചിട്ട് പറ, ദർശനത്തിൻ്റെ സാക്ഷാത്കാരത്തിന്, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ വാഗ്ദത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി എന്നെ പല സ്ഥലത്തൂടെ കൊണ്ടുപോകുമ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാതെ പോകുവാൻ ദൈവം എനിക്ക് കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? യോസഫ് 42 അധ്യായം വായിക്കുമ്പോൾ ദേശത്ത് ക്ഷാമം വന്നു. ക്ഷാമം കഠിനമായി, ആഹാരമില്ലാതായി. അങ്ങനെ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് മിസ്രൈമിൽ ധാന്യം ഉണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കണം. അവിടെ ചെന്ന് അവിടെ നമുക്കും ധാന്യം കൊള്ളുവിൻ എന്ന് പറഞ്ഞു. യോസഫിൻ്റെ അടുക്കലേക്കാണ് വരുന്നത്. യോസഫിൻ്റെ സഹോദരന്മാർ 10 പേർ മിസ്രൈമിൽ ധാന്യം കൊള്ളുവാൻ പോയി. എന്നാൽ യോസഫിൻ്റെ അനുജനായ ബെന്യാമിന് പക്ഷേ വല്ല ആപത്ത് ഭവിക്കുമെന്ന് വെച്ച് യാക്കോബ് അവൻ്റെ സഹോദരന്മാരോട് കൂടെ അയച്ചില്ല. 11 സഹോദരങ്ങളുണ്ട്. കണ്ടോ, 10 പേര് വന്നു. 10 പേര് വന്നു. കണ്ട സ്വപ്നം എന്താ? സൂര്യനും ചന്ദ്രനും 11 പേരും നമസ്കരിക്കുന്നതല്ലേ? ദൈവത്തിന് സ്തോത്രം. സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഈ പ്രതികൂലങ്ങളിലൂടെയാണ് പോയതെങ്കിലും അവിടെ എല്ലാം ദൈവം ഉണ്ടായിരുന്നു. നിനക്ക് തന്ന വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്കായി ചില ഭാഗത്തൂടെ പോകുമ്പോഴൊന്നും നീ പേടിക്കണ്ട. അവിടെയെല്ലാം ദൈവമുണ്ട്. 10 പേരും ചേർന്ന് യോസഫിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, യോസഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. യോസഫ് അവനെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് അവരോട്, യോസഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ അവിടെ വെച്ച് ഓർത്തു. അവൻ മറന്നില്ല. എന്നെ കേൾക്കുന്ന പൈതലെ, പ്രതികൂലം കാണുമ്പോൾ നീ മറക്കല്ലേ. പ്രശ്നങ്ങൾ കാണുമ്പോഴും മറക്കരുത്. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. അവരോട്, നിങ്ങൾ ഒറ്റുകാരാകുന്നു, ദേശത്തിൻ്റെ ദുർഫല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരോട്, അല്ല യജമാനനെ, അടിയങ്ങൾ ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു. അവരവരോട്, അല്ല, നിങ്ങൾ ദേശത്തിലെ ദുർബല ഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവർ, അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ, 12 സഹോദരന്മാരാകുന്നു. ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കലുണ്ട്, ഒരുത്തനിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. യോസഫ് അവരോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറവോനാണ് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ല. അവസാനം അങ്ങോട്ട് നോക്കുമ്പോൾ സ്നേഹിതരെ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 42-ാം അധ്യായം അവസാനം അങ്ങോട്ട് നോക്കി പോകുമ്പോൾ സ്തോത്രം, ഇതാ ഓരോരുത്തരായി കാണുകയാണ്. അവസാന മകനെയും അവിടെ കൊണ്ടെത്തിച്ചു. 43-ാം അധ്യായത്തിൽ പോകുമ്പോൾ ക്ഷാമം കഠിനമായി തീർന്നു. അവർ മിസ്രൈമിൽ ഇത് കൊണ്ട് ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട്, നിങ്ങൾ ഇനിയും പോയി കുറേ ആഹാരം കൊള്ളണം. കേട്ടോ, വീണ്ടും ക്ഷാമം വന്നു. ക്ഷാമം വർദ്ധിച്ചു. അങ്ങനെ വീണ്ടും അവർ പോവുകയാണ്. പോകുമ്പോൾ അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, യോസഫ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. യോസഫ് ഭക്ഷണം ഒരുക്കാൻ പറഞ്ഞു. ഇവരെല്ലാവരെയും കൂട്ടി ഭക്ഷണത്തിലേക്ക് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം 29 മുതൽ വായിക്കുമ്പോൾ, തൻ്റെ അമ്മയുടെ മകനും 28 മുതൽ, അതിനവർ, ഞങ്ങളുടെ അപ്പനായ നിൻ്റെ അടിയന് സുഖം തന്നെ, അവൻ ജീവനോടിരിക്കുന്നെന്ന് ഉത്തരം പറഞ്ഞു. കുനിഞ്ഞ് നമസ്കരിച്ചു. പിന്നെ അവൻ തല ഉയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമിനെ കണ്ടു.
നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. അനുജനെ കണ്ടിട്ട് യോസഫിന് മനസ്സ് ഉരുകിയതുകൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ച് അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. ബന്ധപ്പെട്ട് പോയി അത്ര അവന് കണ്ണീര് വന്നു. സ്തോത്രം. അവന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി പലയിടത്തൂടെയും നടക്കേണ്ടി വന്നു, പ്രതികൂലത്തിലൂടെ പോകേണ്ടി വന്നു. പക്ഷേ പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്നു, തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവാൻ അവൻ കൽപ്പിച്ചു. അവർക്ക് പ്രത്യേകവും അവനോട് കൂടെ ഭക്ഷിക്കുന്ന മിശ്രമർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു വെച്ചു. മിശ്രമ എബ്രായരോട് കൂടെ ഭക്ഷണം കഴിക്കുകയില്ല, അത് മിശ്രമർക്ക് വെറുപ്പാകുന്നു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവൻ്റെ മുൻപാകെ ഇരുത്തി. അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു. അവൻ തൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു. നോക്കിയ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അപ്പനുമായി വരുന്നു. എല്ലാവരും കണ്ടുമുട്ടുന്നു. എല്ലാവരും യോസഫിൻ്റെ അടുക്കലേക്ക് വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിവർത്തിക്കുവാൻ ശക്തനത്രേ. ഏതെല്ലാം പ്രതികൂലത്തിലൂടെ പോകുമ്പോഴും ഈ പ്രശ്നം ഒന്നിൻ്റെ അവസാനമല്ല. ദൈവം തന്ന വാഗ്ദത്തം ഉറപ്പായിട്ട് നിറവേറും. വാക്ക് പറഞ്ഞ കർത്താവ് വിശ്വസ്തനത്രേ. ഇന്നലെ ഇന്ന് എന്ന് നീക്കുവാൻ അത്രേ. തകർന്ന് തരിപ്പണമായി പോയി എന്ന് പറയുന്ന സാഹചര്യത്തിലും ദൈവം നിൻ്റെ കൂടെയുണ്ട്. യോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അവസാനം വരെ ദൈവം ഉണ്ടായിരുന്നു. കണ്ട സ്വപ്നം അതുപോലെ സാക്ഷാത്കരിക്കപ്പെട്ടു. പ്രതികൂലത്തിന് സ്വപ്നത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. പ്രതികൂലത്തിന് ദർശനത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. കാരാഗ്രഹത്തിന്, നിന്ദയ്ക്ക്, ദുഷിക്ക്, കൂടിയാലോചനയ്ക്ക്, അസൂയയ്ക്ക്, പൊട്ടക്കിണറിന്, സ്തോത്രം, ആ സ്ത്രീക്ക് യോസഫ് പ്രാപിച്ച ദൈവം കൊടുത്ത ദർശനത്തെ, വെളിപ്പാടിനെ, കൃപയെ തകർക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ വ്യത്യസ്തമായ വിഷയത്തിലൂടെ പോകുമ്പോഴും നീ പേടിക്കേണ്ട. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനത്രേ. കർത്താവ് തന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാൻ. ഈ പ്രതികൂലങ്ങൾ അവസാനമല്ല, ഇതെല്ലാം നീങ്ങിപ്പോകും. കർത്താവ് തന്ന വാഗ്ദത്തം നിറവേറും. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തത്തിന് മാറ്റമില്ല. കർത്താവിനെ നോക്കി കാത്തിരിക്കുന്ന പൈതലിനൊരു വാഗ്ദത്തമുണ്ട്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ വരുന്ന പൈതലിനൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്ത് നീയും ഇരിക്കും. കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തമുണ്ട്. മുറുകെ പിടിക്കാൻ. ഇന്നത്തെ പ്രതികൂലം, ഇന്നത്തെ പ്രശ്നം കണ്ട് നീ പേടിക്കണ്ട. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. ഒരു വാഗ്ദത്തമുണ്ട് നിശ്ചയം. ഒരു നാൾ ഈ പ്രതികൂല പ്രശ്നങ്ങളെ താണ്ടി നമ്മൾ അക്കരെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ, ക്രിസ്തുവിൻ്റെ അടുക്കൽ നമ്മൾ കയറിപ്പോകും. കർത്താവ് ഇരിക്കുന്നിടത്തിരിക്കും. ഇവിടെയും ദൈവം എന്തെല്ലാമാണോ നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് അത് ചെയ്യും. ഇന്നത്തെ പ്രശ്നം കണ്ട്, ഇന്നത്തെ പ്രതികൂലം കണ്ട് പേടിക്കണ്ട. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, തങ്ങൾ യേശുവിൽ ജീവിക്കുന്ന പൈതലാണോ, പ്രതികൂലത്തിലൂടെ പോകുന്ന പൈതലാണോ, ഭാരപ്പെടണ്ട. വാഗ്ദത്തം ദൈവം വിശ്വസ്തനത്രേ. കർത്താവിനെ ശരണമാക്കിയിരിക്കുന്ന പൈതലിനെ ഒരിക്കലും ദൈവം തള്ളിക്കളയില്ല. കർത്താവിനെ കണ്ടുമുട്ടാത്ത ആളാണോ ഈ ശബ്ദം കേൾക്കുന്നത്? പൈതലെ, നീ ഏതെല്ലാം പ്രതികൂലത്തിന് പോകും, പേടിക്കണ്ട. കർത്താവിനെ കണ്ടുമുട്ടാൻ. കർത്താവ് ഏക ആശ്രയം, കർത്താവ് മാത്രം. മറ്റൊരുവൻ രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമം. ആ യേശു താങ്കളെ സ്നേഹിക്കുന്നു. ആ യേശുവിനായി താങ്കളെ തന്നെ കൊടുക്കാമോ? ആ ക്രൂശിൻ്റെ ചുവടിലേക്ക് വരാമോ? യേശു തനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കാമോ? സകല പാപം പോക്കും. ഇന്ന് ആ യേശുവിനോട് പറയാമോ, യേശുവേ എൻ്റെ പാപത്തെ കഴുകണമേ, കർത്താവേ എൻ്റെ പേരും അവിടെ എഴുതണമേ. കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കാമോ? കർത്താവ് താങ്കളെ രക്ഷിക്കും. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, വ്യത്യസ്തമായ നീറുന്ന വിഷയത്തോടെ താങ്കൾ പോകുമ്പോഴും അവിടെയെല്ലാം ദൈവമുണ്ട്. ഇതെല്ലാം നീങ്ങിപ്പോകും. എൻ്റെ യേശു വിശ്വസ്തനത്രേ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ആഴമേറിയ തിരുവചനങ്ങൾക്കായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന മക്കളെ ദൈവങ്ങൾ തരുന്നു അപ്പച്ച. മേലിൽ നിന്ന് അധികാരമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശു പറഞ്ഞു, മേലിൽ നിന്ന് അധികാരമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യോസഫിനെ പ്രതികൂലങ്ങളിലൂടെ പോകേണ്ടി വന്നെങ്കിലും വാഗ്ദത്തം പ്രാപിച്ചവന് മേലിൽ നിന്ന് അധികാരമില്ലാതെ അവനെ കൊന്നുകളയാൻ, അവനെ നശിപ്പിച്ച് കളയാൻ കഴിഞ്ഞില്ല. അതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന മക്കൾക്ക് അതേ കർത്താവെ, മേലിൽ നിന്ന് അധികാരമില്ലാതെ ഒരിക്കലും ഒരു ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ല. ഞങ്ങൾ വചനത്തിലൂടെ മനസ്സിലാക്കി.
അങ്ങനെ ശബ്ദം കേൾക്കുന്ന സകല മക്കളെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ മുറുകെ പിടിച്ച് ക്രിസ്തുവിൽ നിലനിന്ന് ജീവിക്കുവാൻ സ്വർഗം സഹായിക്കണം. എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളെല്ലാം സൗഖ്യമാകട്ടെ. ഭാരവും പ്രയാസങ്ങളെല്ലാം വിട്ടുപോകട്ടെ. ദൈവിക സമാധാന സന്തോഷ സ്വസ്ഥത ഉണ്ടാകട്ടെ. ഏത് സാഹചര്യത്തിലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പോടെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. കർത്താവ് അങ്ങനെ തന്നെ ചെയ്തിരിക്കുക. സ്തോത്രം. ആശ്വാസവും സന്തോഷവും സമാധാനം നൽകിയിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.